നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള യാത്ര, വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എഞ്ചിനീയറിംഗ് കോളേജിനടുത്ത്, മൺവിളയ്ക്കടുത്ത്, റേഡിയോ സ്റ്റേഷനടുത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അടുക്കളയുടെ പുറകിൽ ഒരു ബേസ് ബോർഡ് ഉണ്ട്. എന്തോ കുറച്ച് സാധനങ്ങളുണ്ട്. അതിൻ്റെ അടിയിലേക്ക് ഒരാൾ തവളയും പിടിച്ചുകൊണ്ട് കയറിപ്പോയി. എന്നത് നമ്മൾ സമയം കളയുന്നില്ല. നമസ്കാരം മോനെ, എന്താ പേര്? അനു. ഇതെവിടെ മോനെ കണ്ടെന്ന് പറഞ്ഞു? ഇതിനകത്ത്. ആ, ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. ഇത് എല്ലാവരും ഒളിച്ചിരിക്കുകയല്ലോ. എന്ത് പറ്റി? നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ. മോൻ പറഞ്ഞത് ഇതിനകത്ത് ഇവിടെ നിന്ന് പോയിട്ടില്ല അല്ലേ? ആ സമയത്ത് നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലേ? സത്യം പറഞ്ഞാൽ ലാൽ സാറ് പറയും പോലെ സ്വർണം വെച്ചിട്ട് എന്തിന് വീട്ടിൽ കാത്തിരിക്കുന്നു അല്ലേ? അതുപോലെ ഒരു പാമ്പിനെ, സ്വർണം കണ്ട ഇപ്പോൾ ആൾക്കാർക്ക് വേണ്ട, പക്ഷേ പാമ്പിനെ കണ്ട ഒരേ കണക്ക് നോക്കി. ഇവിടെ നിന്ന് അങ്ങ് പോയിട്ടില്ല. അപ്പോൾ സമയം കളയുന്നില്ല. നമ്മുടെ ഇതിവർ പറയുന്നത് വെച്ചാൽ കുഞ്ഞൻ അതിഥിയാണ്. അപ്പോൾ കുഞ്ഞൻ അതിഥി നമുക്കറിയാമല്ലോ. ഇനിയിപ്പോൾ അങ്ങോട്ട് കുഞ്ഞന്മാരുടെ ഒരു താഴ്വര തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അടിപൊളി, ഇതായിരിക്കുന്നു. എന്തായാലും അവർ കണ്ടു ആ സമയം തൊട്ട് ഇവിടെ കാത്തിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രത്യേകം എന്നറിയാം, തവളയെ പിടിച്ചിട്ടുണ്ട്. അറിയാമല്ലോ, നമുക്കിപ്പോൾ അറിയാമല്ലോ, ഫുഡ് തേടി വരുന്ന വിഴുങ്ങിയല്ലേ? കണ്ടായിരുന്നു അല്ലേ? തവള വയറ്റിലുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പം നമുക്ക് വേനലിൽ കടികളുടെ എണ്ണം കൂടുന്നു, കടികൾ കുറയുന്നു. ചില ആൾക്കാർ ചുമ്മാ പത്രങ്ങളിൽ വാർത്ത കൊടുക്കുകയാണ്. ശരിയല്ല, കടികളുടെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ സൂക്ഷിക്കണം. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തിൽ നമ്മൾ കാണുകയില്ല. നമ്മൾ എന്തെങ്കിലും സാധനം എടുക്കാൻ വരുമ്പോൾ അറിയാതെ ചവിട്ടുകയെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ കടി കിട്ടും. പിന്നെ ഒരു കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ മൃഗസ്നേഹികളിലും എൻ്റെ പക്ഷി സ്നേഹികളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും പക്ഷികൾക്ക് വെള്ളം വെക്കാറുണ്ട്. ഒരു കാരണവശാലും പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ വെള്ളം താഴെ വെക്കരുത്. എപ്പോഴും ഹൈറ്റിൽ പക്ഷികൾക്ക് നിങ്ങൾ വെള്ളം വെക്കുന്നതിന് മതിലിൻ്റെ മേളിൽ വെക്കുക, അല്ലെങ്കിൽ ടെറസിൽ വെക്കുക, അല്ലെങ്കിൽ കെട്ടിത്തൂക്കുക. ഒരു കാരണവശാലും താഴെ വെക്കരുത്. കാരണം പാമ്പ് അതിഥികൾക്ക് ചൂട് കൂടുമ്പോൾ വെള്ളം അനിവാര്യമാണ്. മുട്ടയിട്ടിരിക്കുന്ന പെണ്ണതിഥികൾക്ക് മുട്ട ഇട്ട് ഇപ്പോൾ വിരിയാറാവുന്നു. ഇനി വെള്ളം അങ്ങോട്ട് ആവശ്യമാണ്. അപ്പോൾ വെള്ളമുള്ള സ്ഥലത്തൊക്കെ അവർ വരും. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് കാണാം, ഒരു കുഞ്ഞ്, അത്ര വലുതല്ലാത്ത, ഏകദേശം 11 മാസത്തോളം പ്രായം വരുന്ന ഒരു കുഞ്ഞു മൂർഖനാണ്. അദ്ദേഹം ഫുഡ് കഴിച്ചിട്ടുണ്ട്. അതിലുപരി കയറിപ്പോന്നു. അതിലേക്ക് പോകണം. അതെ, ഇതിലേക്ക് വന്ന് കയറുതാ പോട്ടെ. എവിടെ സാറേ? വരൂ, കമോൺ. അവിടെ ഹോളുണ്ടെങ്കിൽ അത് അതിനകത്ത് കയറാൻ സാധ്യതയില്ല. പോകുന്നു. തവള അതിഥി അദ്ദേഹം കക്കി പെട്ടെന്നായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതിന് മുന്നേ കക്കി. എൻ്റെ വായിൽ ചുമന്നിരിക്കുന്ന അത് പാമ്പിൻ്റെ എൻ്റെ ബ്ലഡൊന്നുമല്ല, അത് ഉള്ളിയുടെ തൊലിയാണ്. ഉള്ളിയുടെ തോലാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മളിരിക്കും അത് കക്കിയുണ്ട്, അതിൻ്റെ വായിൽ നിന്ന് വന്ന ബ്ലഡ് ആയിരിക്കും. പക്ഷെ അല്ല, ഉള്ളിയുടെ തൊലിയാണ്. അത് നടക്കുന്ന തവളെ തിരിച്ചു തരാം വേണം. തവളെ തിരിച്ചു തരാം കേട്ടോ. ചെറിയ കുഞ്ഞു മുറുകൻ നമുക്കറിയാമല്ലോ. ഒരു 11 മാസം പ്രായമുള്ളൊരു മുറുക്കൻ ഇപ്പോൾ കിട്ടുന്നതൊക്കെ 10 മാസം 11 മാസം പ്രായമുള്ള. അത് അറിയാമല്ലോ. കാര്യം എന്താണ്, നമ്മൾ പാമ്പുകളുടെ ഇണചേരുന്ന ഒരു സമയമാണ്, സീസണാണ്. അത് കഴിയുമ്പോൾ മുട്ടയിട്ട് വിരിയുന്ന ഒരു സീസണാണ്. അപ്പോൾ അതൊക്കെ ആവുന്നു. ഉണ്ടല്ലേ? ഇതൊരു കുഞ്ഞു മൂർക്കൻ ഉണ്ടല്ലോ. 11 മാസം പ്രായം വരുന്ന കുഞ്ഞു മൂർക്കൻ. നമുക്ക് ഒരുപാട് അതിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് അതിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ, ഇത് അത്ര എന്താ പറയുക, അറിയാമല്ലോ. ഇദ്ദേഹത്തിൻ്റെ കടി കിട്ടിയാലും ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അത്രയും പ്രായമുള്ളൊരു അതിഥിയാണ്. അപ്പോൾ നമ്മൾ 11 മാസം നമ്മൾ നിസ്സാരമായിട്ട് കാണാതിരിക്കുക. അതൊരു ജീവനെ അപഹരിക്കാൻ കൂടുതൽ വേനം ഇദ്ദേഹത്തിൻ്റെ ഗ്ലാൻഡിലുള്ളതാണ്. ഉണ്ടല്ലോ, കുഞ്ഞു മൂർക്കൻ, സർപ്പം, നാഗമെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ സമയങ്ങളിൽ ഒരുപാട് കോളുകൾ നമുക്ക് വെയിറ്റിങ്ങിലുണ്ട്. ഒരു ബോട്ടിൽ തരാമമ്മേ. ആടാട് അമ്മയെ വെച്ചണേ. ആരാട്? ഒരു കുഞ്ഞാവ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഒരു കുഞ്ഞാവയ്ക്ക് കുഞ്ഞാവ കൂട്ട്. അവിടെ ആടാ. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. നമ്മളിവിടുത്തെ ദൗത്യം കഴിഞ്ഞ് നമ്മൾ കുഞ്ഞിനെ ബോട്ടിലാക്കി. ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീം മറ്റൊരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് ഒരുമിച്ച് യാത്രയാവുന്നു. നമ്മളെന്തായാലും മറ്റൊരു അതിഥി തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളൂർ നീരാഴിക്കകത്താണ്. ഇവിടെ ഒരു വീട്ടിൽ നായയുടെ മുന്നിൽ, അപ്പുറത്തെ വീട്ടിൽ നായുണ്ട്, നായയുടെ മുന്നിൽ ഒരു ചെറിയ അതിഥി ഇങ്ങനെ പത്തി കൊടുത്ത് നിൽക്കുന്നത് നമ്മൾ സമയം അവർ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളെന്നില്ല. നമുക്ക് പെട്ടെന്ന് പോവാം.
ഇത് എവിടെയാണ് വേണ്ടേ? അതാ ഓക്കെ. കണ്ട്. കണ്ടുണ്ട് നായ്ക്കുട്ടൻ വന്ന് എത്തി. ഇത്ര നേരം നമ്മളെ കണ്ടപ്പോൾ നായ്ക്കുട്ടൻ പെട്ടെന്ന് അകത്തോട്ട്. വീട്ടിൽ ആളില്ല, അപ്പുറത്തെ വീട്ടിലാണ് നമ്മൾ വിളിച്ചത്. കണ്ടോ അകത്ത് നല്ല വെയിൽ, നല്ല ചൂടുമാണ്. അത് നിൽക്കുന്നതൊക്കെ നല്ല വെയിൽ തന്നെ പത്തിവിടുത്ത് നിൽക്കുന്നതാ. നായ്ക്കുട്ടൻ അകത്തോട്ട് പോയി. പക്ഷേ നായ ഇല്ലായിരുന്നെങ്കിൽ അവൻ എന്തൊക്കെ ഡോറെല്ലാം തുറന്ന് നേരെ അകത്ത് നീലേക്കറ എല്ലാം അകത്തുണ്ട്. ഇതെല്ലാം അറിയാമല്ലോ, കൊച്ചു വീടാണ്, സാധാരണക്കാരൻ്റെ വീടാണ്. അപ്പോൾ ഇത് 4 ചുറ്റുമൊക്കെ എന്താ പറയുക ചപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഒന്നിൽ കൂടുതൽ നായ ഉണ്ടെന്ന്. പിന്നെ ജിമ്മിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ പേർഷ്യം കയറ്റെന്ന് പറഞ്ഞപ്പോൾ പൂച്ച കൊണ്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇവർ എല്ലാം എനിക്ക് തോന്നുന്നു മൃഗസ്നേഹികളാണെന്നുണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ നായ്ക്ക് ഫുഡ് കൊടുക്കുന്ന പാത്രം. എന്തായാലും എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണ് 2 ആഴ്ചയ്ക്ക് മുന്നേ ഇതേ വീട്ടിൽ ഒരു പാമ്പതിയെ കണ്ടുമ്പോൾ രാത്രി എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വന്ന് ഇവിടെ മൊത്തം അരിച്ചുറക്കി ബാക്കിലോട്ടൊക്കെ അരിച്ചുറക്കി കിട്ടിയില്ല. ബാക്കിൽ ഇതിൻ്റെ തൊട്ട് പുറകിൽ പറമ്പിൽ ഈ അതിർത്തിയിൽ നല്ല മാളങ്ങളാണ്. അപ്പോൾ അതിലേ കൂടെ പുറത്തേക്ക് പോകാൻ സാധ്യത. പുള്ളി അതിലേ പോയെന്ന് അങ്ങനെ അന്ന് മുഴുവൻ 2-3 ആഴ്ചയായി. അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ നല്ല നായ് പതുക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. നായ് പതുക്കെ അങ്ങ് അകത്തോട്ട് പോയി. പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. പക്ഷേ സർക്കിളിൽ കിട്ടിയാവാൻ പിടിക്കും. എനിക്ക് പ്രായമുള്ള നായാണ്. എനിക്കൊന്നും അതുകൊണ്ട് ആയിരിക്കും ചിലപ്പോൾ കണ്ണിന് കാഴ്ച കുറവുള്ളതുകൊണ്ടായിരിക്കും പിടിക്കാത്ത. ഇല്ലെങ്കിൽ ഇവൻ പോമറേനിയൻ്റെ എന്തോ ക്രോസ് ആണെന്ന്, ജടയുള്ള നായുടെ ക്രോസ് ആണെന്ന്. ഇതുണ്ടോ നല്ല ഇതുണ്ടോ മുറുകുന്നുണ്ട് അദ്ദേഹം. പക്ഷേ സത്യം കടിക്കുന്ന നായാണ്. സത്യം പറഞ്ഞത് കടിക്കുന്ന നായാണ്. പക്ഷേ നമ്മളൊന്ന് വന്നപ്പോൾ പെട്ടെന്ന് ഇത്രയും പേരെ ഒരുമിച്ച് കണ്ടുകൊണ്ടായിരിക്കും അകത്തോട്ട് പോയത്. എന്തായാലും നമുക്ക് ഒരു 2 ആഴ്ച 3 ആഴ്ചയ്ക്ക് മുന്നേ ഇവിടെ വന്നിട്ട് കിട്ടാതെ പോയ അതിഥിയാണ് അദ്ദേഹം. പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞാൽ വലുതെന്നാണ്. പക്ഷേ ഇത് ചെറുത്. വലുതെന്ന് പറയുമ്പോൾ നല്ല സൈസ് എന്നാണ്. ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കാം 10 ഇവിടെ നിന്ന് ഇരുട്ടത്ത് പെട്ടെന്ന് അങ്ങ് പോയിരിക്കാം. അപ്പോൾ എന്തായാലും ഈ വീട്ടിൽ ആളില്ല, ഇപ്പോൾ ഓൾറെഡി ആളില്ല. അപ്പുറത്തെ വീട്ടിൽ അമ്മയും അവിടുത്തെ പെൺകുട്ടിയൊക്കെയാണ് വിളിച്ചപ്പോൾ അവർ നിലവിളിയായിരുന്നു. പിന്നെ അവരുടെ ഹസ്ബൻഡൊക്കെ ഇവിടെ ജോലിക്ക് ചെയ്യുന്നു. അവിടെ നിന്നും പുള്ളിക്കാരെന്നെ വിളിച്ചു, ചേട്ടാ ഇങ്ങനെയാണ് പെട്ടെന്ന് പോകണത്. നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വിളിച്ച് സമയത്ത് ഒരു 1 മണിക്കൂറായി കണ്ടിട്ട്. പിന്നെ എൻ്റെ നമ്പറിന് വേണ്ടി പലരെ ഇങ്ങനെ വിളിച്ച് വന്ന സമയത്ത് ഏകദേശം 1 മണിക്കൂറിന് മേളിലായി. അപ്പോൾ നമ്മളെ വിളിച്ച് നമ്മളൊരു 20 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. അപ്പോൾ ഒരു 1-2 മണിക്കൂറായെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതാണ് നായുടെ മുന്നിലൊക്കെ പാമ്പുകൾ കളിച്ചുകൊണ്ട് നമ്മൾ ശല്യപ്പെടുത്തായിരുന്ന കോമ്പൗണ്ടൊക്കെ ഉണ്ട്. വൃത്തിയുള്ള കോമ്പൗണ്ടൊക്കെ കഴിഞ്ഞ് കയറാൻ സ്ഥലമൊന്നുമില്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കുന്നത്. ആൾക്കാരെ വിളിച്ച് കൂട്ടുമ്പോഴാണ് നായ ഓടിപ്പോകുന്നത്. നായ ഓടിപ്പോകുമ്പോൾ അത് ഏതെങ്കിലും മാളത്തിലങ്ങ് ഇറങ്ങും. അല്ലെങ്കിൽ ഇപ്പോൾ കീരിയായിട്ട് ഫൈറ്റ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ആൾ കൂടുമ്പോൾ കീരി അങ്ങ് ഓടിപ്പോകും, നായ പോയി മാളത്തിൽ, പാമ്പ് പോയി മാളത്തിൽ, അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് നമുക്ക് എന്താ പറയുക ഇത്രയും കുഞ്ഞൻ, ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ കുഞ്ഞൻ അധികം ഇപ്പോൾ ചൂട് കൂടുന്നു, വെള്ളം അനിവാര്യമാണ്. വെള്ളം കുടിക്കാനായിട്ടൊക്കെ ഒരു ഓരോ വീടുകളിൽ ഇങ്ങനെ പറമ്പിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ അറിയാം ഇവിടെ നായ ഉള്ളതുകൊണ്ട് നായ്ക്ക് കുടിക്കാൻ അവിടെ എവിടെയെങ്കിലും വെള്ളം വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം നന്നായിട്ട് എനിക്ക് തോന്നുന്നത് 11 മാസത്തോളം പ്രായം വരുന്ന കുഞ്ഞനാണ്. നല്ല കടിക്കണമെന്നുള്ള ടെൻഡൻസിയുള്ള ആളാണ്. നല്ല നോക്കിയാൽ നമുക്കറിയാം. ഇപ്പോൾ ഇതിനെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു കാക്ക ഭയങ്കര ബഹളം. നോക്കി കാക്ക ഭയങ്കര വേറെ ഒന്നിനെ കൂട്ടത്തോടെ ഇത് കണ്ടിട്ടായിരിക്കും കൂട്ടത്തോടെ വന്നിട്ട് കൂട്ടത്തോടെ പറന്നു. നമ്മളെ കൈയൊക്കെ എടുത്തപ്പോൾ പെട്ടെന്ന് പറന്നു വന്നു. നോക്കിയല്ലോ ഇപ്പോൾ ഈ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇങ്ങനെ പക്ഷികളായിരുന്നാലും മൃഗങ്ങളായിരുന്നാലും വേറൊരു രീതിയിൽ ഓരി ഇടുകയോ കരയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ വിചാരിച്ചോളുക എന്തോ ഒരു സാധനം അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിച്ചോളുക. ഇതിപ്പം ഇതിനെ കണ്ടിട്ടായിരിക്കും അവർ എനിക്ക് തോന്നുന്നത് ഇത് കാക്ക ഇങ്ങനെ വളം വെക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും 2 മണിക്കൂർ 1.5 മണിക്കൂറോളം അദ്ദേഹം നായയുടെ മുന്നിൽ നല്ല അഗ്രസീവായി നിന്നു. അത് നായ പതുങ്ങി നിൽക്കുന്നുണ്ട്. പതുങ്ങി നോക്കണം. ഇനി അവസരം കിട്ടിയാൽ പണി കൊടുക്കും. ഉണ്ടോ അവസരം കിട്ടിയാൽ ഒന്ന് പിടിക്കും. അവൻ്റെ സർക്കിളിൽ കിട്ടാത്തതുകൊണ്ട് അവൻ റൂമിൻ്റെ പുറത്ത് ഇറങ്ങിയില്ല. അവിടെ തന്നെ അങ്ങനെ നടന്നാണ്ട് ഇവിടെ പാത്തിരിപ്പുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ അവൻ കറക്റ്റായിട്ട് പിടിക്കും. കണ്ടോ കുഞ്ഞിന് ഏകദേശം 11 മാസം പ്രായമുള്ള നല്ല ഉശിരൻ. ഫുഡൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ ഫുഡ് കുറവായിരിക്കാം. നല്ല അഗ്രസീവ്. ഇനിയിപ്പോൾ അദ്ദേഹം ഇഴഞ്ഞ് പോകുന്നത് കാരണം കുറേ സമയമില്ല, നായ്ക്കുട്ടം മാറിയല്ലോ. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം ഇഴഞ്ഞ് പോകുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം. കണ്ടേ ഇത് ഉണ്ടല്ലേ പെട്ടെന്ന് ഇഴഞ്ഞ് പോയി. ഇത് മതി. നമ്മളേക്ക് ചെറുതൊന്നുമല്ല. ഒരാളിൻ്റെ ജീവനക്കുള്ളിൽ അപഹരിക്കാനുള്ള വനം ഇദ്ദേഹത്തിൻ്റെ ഗ്ലാൻഡിലുണ്ട്. നിസ്സാരമായിട്ട് കാണണ്ട. ചെറുതാണെന്നോ നിസ്സാരമായിട്ട് കാണണ്ട. തീരെ ചെറുതൊന്നും അല്ല. ഒരു 1 കൂടുതൽ ആളുടെ ജീവൻ എന്തായാലും അപഹരിക്കാനുള്ള ഒരു വനം ഇദ്ദേഹത്തിൻ്റെ ഗ്ലാൻഡിലുണ്ട്. നല്ല ചാടി കടിക്കുന്നുണ്ട്. ചാടി നന്നായിട്ട് കടിക്കുന്നുണ്ട്. വായി തുറന്ന് കടിക്കും. കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ ഇത് നല്ല കടിയാണ്. അതിലുപരി അഥവാ ആർക്കെങ്കിലും എന്തെങ്കിലും സ്നേക്ക് ബൈറ്റ് പാമ്പ് കടി ആർക്കെങ്കിലും ഏൽക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇന്നാൾ എവിടെ ചെന്നപ്പോൾ ആരോ പറഞ്ഞ് കെട്ടി വെക്കരുത്. ഡോക്ടർമാർ പറഞ്ഞ് കെട്ടി വെക്കരുതെന്ന് പറഞ്ഞു. കെട്ടി വെക്കണം. ഒരു കാരണവശാലും ടൈറ്റാക്കി കെട്ടരുത്. തുണി ഉപയോഗിച്ച് കെട്ടുക. ഇപ്പോൾ പാമ്പടിയുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. പാമ്പ് പിടുത്തക്കാർക്ക് കടിയുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ കെട്ടണം. തുണി ഉപയോഗിച്ച് കെട്ടണം. കയറ് ഉപയോഗിച്ച് കെട്ടരുത്. ബ്ലേഡ് വിച്ചാത്തി വെച്ച് മുറിവുണ്ടാക്കരുത്. നടക്കാനോ കിടക്കാനോ ഓടാനോ സമ്മതിക്കരുത്. എടുത്ത് ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക. എത്രയും പെട്ടെന്ന്
പെട്ടെന്ന് ആൻറ്റിവെനം ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കുക. എന്നാലും ചില സ്ഥലങ്ങളിൽ ഇന്നും വനത്തിനോടത്ത സ്ഥലങ്ങളിലൊക്കെ നാടൻ ചികിത്സാ രീതികൾ ചെയ്യുന്നുണ്ട്, അത് വിജയിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് നിങ്ങളാരും അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയും. എത്രയും പെട്ടെന്ന് മോഡേൺ മെഡിസിനായി ആൻറ്റിവെനം ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റലുകളിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഇല്ല, നമുക്ക് പേടിക്കേണ്ട. കാരണം നമുക്കറിയാലോ ആൻറ്റിവെനം എന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുന്ന സിംറ്റംസ് കണ്ടുണ്ട് പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരു രക്തപരിശോധന നടത്തിയാണ് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുന്നു. ഇങ്ങനെയൊക്കെയുള്ളത് നമുക്ക് മോഡേൺ മെഡിസിനാണ്. അതിപ്പോൾ മോഡേൺ മെഡിസിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില ആൾക്കാർ പാമ്പ് കടിയിട്ട് മരണപ്പെടുന്നുണ്ട്. അത് കൃത്യമായിട്ട് എത്തിക്കാത്തതുകൊണ്ട് നല്ല പോയിന്റിൽ, ഇപ്പോൾ മെയിനായിട്ടുള്ള പോയിന്റുകളിൽ കടി കിട്ടിയാലും മരണത്തിൻ്റെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കടി കിട്ടി എല്ലാവരും രക്ഷപ്പെടുന്നതല്ല. എല്ലാവരും നമ്മൾ ഏതെങ്കിലും ഒരു വാഹനം അവിടെ തന്നെ എല്ലാവരും രക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. ചിലത് പെട്ടെന്ന് സംഭവിക്കും, മരിക്കും. ചിലത് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് സംഭവിക്കും, മരിക്കും. ചിലപ്പോൾ 3 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ പാമ്പ് പിടിച്ചാലും അങ്ങനെയാണ്. ചിലപ്പോൾ എത്തിക്കാൻ പറ്റുന്ന താമസിക്കുന്നുണ്ട് മരണം സംഭവിക്കാൻ പറ്റുന്ന കിട്ടുന്ന പോയിന്റുകൾ, കടി കിട്ടുന്ന പോയിന്റുകളിൽ മെയിനായിട്ടുള്ള പോയിന്റിൽ കിട്ടിയാൽ മരണം സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ തീറ്റിക്കടി, ഈ അല്ലാത്ത കടി എന്നൊരു സംഭവമൊന്നുമില്ല. നേരെ കൊണ്ടാൽ കടി തന്നെയാണ് വെനം. ഒരു പല്ല് കൊണ്ടാലും 2 പല്ല് കൊണ്ടാലും ഒക്കെ വെനം ഒരു പല്ല്. പിന്നെ ഒരു പല്ല് കൊള്ളുമ്പോൾ പരമാവധി കുറച്ചേ വെനം കയറുന്നുണ്ട്, 2 പല്ല് കൊള്ളുമ്പോൾ കൂടുതൽ വെനം കയറുന്നു. പിന്നെ എല്ലാ സമയത്തും 2 പല്ല് കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ ചരിഞ്ഞ് കടിക്കുക, മലർന്ന് കടിക്കുക അങ്ങനെയൊന്നുമില്ല. കടി ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു പല്ല് ചിലപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഒടിഞ്ഞു പോകാം. അപ്പോൾ ഒരു പല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു പല്ല് കൊണ്ട് മാത്രമേ വെനം വരുന്നു. കാക്കണ്ടോ? ഒക്കെ ഭയങ്കര ബലമുണ്ട്. അത് നമ്മളെ കണ്ടിട്ട് ഭയങ്കര കൂട്ടത്തോടെ, എനിക്ക് തോന്നുന്നു 100 കൂടുതൽ ആക്കണം, ഭയങ്കര ബലം. അപ്പം ഇതൊക്കെ ഓർക്കണം. ഒരു കാരണവശാലും നിങ്ങൾ ബ്ലേഡ് വെച്ച് മുറിവുണ്ടാക്കരുത്. കടിച്ച്, ഇപ്പോൾ എനിക്ക് കടിയിട്ടാൽ മറ്റൊരാളുടെ വായി കൊണ്ട് ആ വായിൽ നിന്ന് വെനം വലിച്ചെടുക്കാൻ ശ്രമിക്കരുത്. ഇതെല്ലാം ഇതെല്ലാം മണ്ടത്തരങ്ങളാണ്. അപ്പോൾ പരമാവധി ഇപ്പോൾ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിൻ്റെ പരിസരത്ത് താഴെ വെള്ളം വെക്കാതിരിക്കുക. വെള്ളം വീഴുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അത് മാറ്റുക. അതുപോലെ വീടിനടുത്ത് കാണുന്ന ചെറിയ മാളങ്ങളുണ്ടെങ്കിൽ അത് അന്ന് ഇപ്പോൾ തന്നെ അടയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ തൊണ്ട്, ചിരട്ട, കദമ്പ ഇങ്ങനെ സാധനങ്ങളൊന്നും കൂട്ടി വെക്കരുത്. ഇങ്ങനെ കെട്ടി ഇനിയിപ്പോൾ അടുത്തൊരു 10-15 ദിവസം കഴിയുമ്പോൾ പാമ്പുകളുടെ മുട്ട വിരിയാൻ തുടങ്ങുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വന്ന് ഇരിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ പതുങ്ങിയിരിക്കുന്ന സമയത്ത് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണുകയില്ല. കൊച്ചു കുട്ടികൾ ഇന്ന് എന്തെങ്കിലും ചപ്പെടുക്കുമ്പോൾ കടിയിട്ട്. മൂർഖൻ പാമ്പുകളുടെ ആയുസ് 24 മുതൽ 30 വർഷം വരെയാണ്. ഭക്ഷണക്രമം, പാർപ്പിട സാഹചര്യങ്ങൾ, വൈദ്യസഹായം എന്നിവ ഉൾപ്പെടെ വിവിധ ഘടകങ്ങളാൽ മൂർഖൻ പാമ്പുകളുടെ ആയുസ് കൂടിയും കുറഞ്ഞുമിരിക്കും. മുട്ടയിടുന്ന മൂർഖൻ പാമ്പുകൾ മുട്ടകളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ നിക്ഷേപിച്ച് അതിനു മുകളിൽ ചുരുണ്ടുകിടക്കുന്നു. 58 ദിവസം കഴിഞ്ഞ് മുട്ട വിരിഞ്ഞു തുടങ്ങും. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മാരകമായ വെനമുണ്ട്. ഇവർ കടിക്കാനും മിടുക്കരാണ്. ഇണചേരൽ കാലത്ത് പെൺപാമ്പുകളുടെ ഗന്ധഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോണിന്റെ മണം വളരെ ദൂരെ പോലും എത്തുകയും ആൺപാമ്പുകളുടെ വൊമേറോ നെയ്സൽ അവയവത്തിലെ സ്തരം ഈ മണം തട്ടുമ്പോൾ ഉത്തേജിതമാവുകയും അങ്ങനെ ആൺപാമ്പുകൾ പെൺപാമ്പുകൾ ഉള്ള സ്ഥലം തിരിച്ചറിഞ്ഞ് അങ്ങോട്ടെത്തുകയും ചെയ്യും. ഇന്ദ്രിയ സംവേദനങ്ങളിൽ മൂർഖൻ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളത് ഘ്രാണേന്ദ്രിയത്തിനാണ്. കാഴ്ചയെക്കാളും കേൾവിയെക്കാളും സ്പർശനത്തെക്കാളും അവ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗന്ധസംവേദനത്തെയാണ്. അന്തരീക്ഷത്തിലുള്ള തന്മാത്രകൾ നാക്ക് നീട്ടി പിടിച്ചെടുത്ത് അവ വായുടെ അറ്റത്ത് മുകളിലുള്ള ജേക്കബ്സൺസ് ഓർഗനിൽ മുട്ടിക്കുമ്പോൾ ആണ് ഓരോ തരം തന്മാത്രകളെ അവയുടെ തലച്ചോർ തിരിച്ചറിയുന്നത്. നാവിന്റെ അറ്റം 2ആയി പിളർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഏത് ദിശയിൽ നിന്നാണ് ഗന്ധ തന്മാത്രകൾ കൂടുതലായി നാവിൽ വന്നു വീഴുന്നത് എന്ന് അവയ്ക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഇങ്ങനെ നാവിൽ പുരളുന്ന ഗന്ധതന്മാത്രകളെ അവ നാവ് ഉള്ളിലേക്ക് വലിച്ച് വായിൽ മേലെണ്ണാക്കിലുള്ള ജേക്കബ്സൺസ് ഓർഗൻ എന്ന പ്രത്യേക അവയവത്തിലേക്ക് വിടുന്നു. ഈ അവയവമാണ് മണത്തെ കൃത്യമായി എന്തിന്റെ മണമാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. അതായത് മൂർഖൻ മണം പിടിക്കുന്നത് മൂക്കുകൊണ്ടല്ല, നാക്കുകൊണ്ടാണ് എന്ന് സാരം. മൂക്ക് അതിന് ശ്വാസോച്ഛ്വാസത്തിന് മാത്രമുള്ള അവയവമാണ്. തവള, എലി, ചെറുപക്ഷികൾ, മുട്ട എന്നിവയാണ് സാധാരണ ഭക്ഷണം. നാക്കുപയോഗിച്ച് ഇരയുടെ ഗന്ധം മനസ്സിലാക്കുന്നു. ഇരയെ വെനം കുത്തിവെച്ച് കൊന്ന് ആഹാരമാക്കുന്നു. കടിച്ച് ചവച്ച് തിന്നാനോ വലിച്ചു കുടിക്കാനോ പറ്റുന്ന രീതിയിലല്ല അവയുടെ വായയുടെ ഘടന. അവ വിഴുങ്ങുകയാണ് ചെയ്യുക. ഇരയുടെ തല മുതലാണ് വിഴുങ്ങുക. നഖം തുടങ്ങിയ കൂർത്ത ഭാഗങ്ങൾ തട്ടി അന്നനാളം മുറിയാതിരിക്കാനും ഇര തിരഞ്ഞു കടിക്കാതിരിക്കാനുമൊക്കെ വേണ്ടിയാണ് അവ അങ്ങനെ ചെയ്യുന്നത്. മൂർഖൻ പാമ്പുകൾ മറ്റ് മൂർഖൻ പാമ്പുകളെയും മറ്റു പാമ്പുകളെയും ആഹാരമാക്കാറുണ്ട്. ഒരിക്കൽ വയറു നിറഞ്ഞാൽ പിന്നെ കഴിച്ച ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞ് മാത്രമേ ഭക്ഷണം കഴിക്കൂ. ഇതിന് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കാം. ഈ അടുത്ത കരിക്കാത്തൊരു വീട്ടിൽ ജീപ്പിനകത്ത് മോൻ നോക്കിയിട്ട് വലിയ ഇതിനേക്കാളും വലിയൊരു മുഴുത്ത മുറുക്കം ജീപ്പിൻ്റെ അടിയിൽ കയറുന്നത്. ഞാനത് മുഴുവനും പൊളിച്ചു.
എന്നിട്ടാണ് അത് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് അനുഭവങ്ങൾ. ഇപ്പോൾ സൈക്കിളൊക്കെ അറിയാമല്ലോ, ഇപ്പോഴത്തെ എല്ലാ അടിയിലെല്ലാം ഗ്യാപ്പുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അതിനകത്തൊക്കെ ഇവരൊക്കെ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികൾ ഇതൊന്നും കാണാതെ എടുത്ത് അകത്ത് കൊണ്ടുപോയി. അപ്പം വെളിയിൽ നിന്ന് കയറുന്ന പാമ്പുകൾ നമ്മുടെ വീടിനകത്തേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഒരു കാരണവശാലും ഈ കുട്ടികൾ സൈക്കിളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വെളിയിലിടാതെ എടുത്ത് സേഫായിട്ടാകും. ഉടനെ തന്നെ അകത്ത് വയ്ക്കുക. പിന്നെ കാറ്, ഇപ്പോഴത്തെ വലിയ കൂടിയ മുന്തിയ കാറുകൾ, അതൊന്നും പുറത്തിടാതിരിക്കുക. ഇതിനകത്തൊക്കെ അതികൾക്ക് വന്നിരിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഈ എന്താ പറയുക, ഈ സൈക്കിളൊക്കെ എടുക്കുമ്പോൾ ഒന്ന് തട്ടിയിട്ട്, അപ്പോൾ ഞാൻ പറയുക ഷൂ ക്യാൻവാസ് ഒന്നും പുറത്ത് വയ്ക്കുന്നത്, ഷൂ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ വന്നിരിക്കാൻ സാധ്യത. അപ്പോൾ എടുത്ത് തട്ടിയിട്ട് അപ്പോൾ തന്നെ എടുത്തുണ്ടാകത്തേക്ക്. അല്ലെങ്കിൽ സൈക്കിളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കുറേ കഴിഞ്ഞാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് തട്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് വനക്കിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുത്ത് അകത്ത് വയ്ക്കും. ഉടനെ എടുത്തുണ്ടാകത്ത് വയ്ക്കരുത്. കാരണം തട്ടുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ജീവനിൽ അങ്ങ് പതുങ്ങും, അവിടെ ഇരിക്കും. പിന്നെ അകത്തുണ്ടെങ്കിൽ അത് അവിടെ ഇറങ്ങും. പിന്നെ തട്ടിയിടുമ്പോഴത്തേക്ക് പുറത്ത് തട്ടിയിട്ട് കുറച്ച് അനക്കമില്ലായിരിക്കുമ്പോൾ അതങ്ങ് ഇറങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്മുടെ വീടിനകത്തേക്കുള്ള പാമ്പുകളുടെ വരവ് അല്ലെങ്കിൽ അതിലുള്ള വരവ് കുറയ്ക്കാൻ കഴിയും നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീടിനകത്തു നിന്നുള്ള കടികൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ അല്ലാതെ നമ്മൾ നാട്ടിലുള്ള പാമ്പിനെ മുഴുവനും പിടിച്ച് കാട്ടിക്കൊണ്ട് വിട്ട് ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പാമ്പുകളെയും സംരക്ഷിക്കണം, ജനങ്ങളും വേണം, എല്ലാം വേണം. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നോക്കാം നമുക്കിതാ കുഞ്ഞൻ അമ്മച്ചി വന്ന് പിടിച്ച് നമുക്കും കടിയിട്ട്, അമ്മന്ന് എന്നെ പിടിച്ച് ഇതിനും കടിയിട്ട് നമുക്കും കടിയിട്ടു. അമ്മച്ചി ഓടി വരികയാണ്, പാത്തിരുന്നിട്ട് നേരെ കൂടെ ഇറങ്ങിയാണോ നീ ഓടി വരുന്നത്. വന്ന് പിടിച്ച് നമുക്ക് ഇവനെ വന്ന് നമ്മളെ പിടിക്കുമ്പോൾ നമുക്ക് കടി കിട്ടും, പെട്ടെന്ന് കടി. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഒരുപാട് ഒന്ന് ധൈര്യം ഉണ്ടോ ഒന്ന് പിടിയിടാ. നായ്ക്കുട്ടൻ ചാടി ഓടിയ സമയത്ത് അടുത്ത അതിഥി വന്നു. നോക്കിയേ, പൂച്ചക്കുഞ്ഞ് പാവം, ഒന്നും അറിയുന്നില്ല. എന്തോ എപ്പോഴാണ് അത് കണ്ടത്? അയ്യോ നോക്കി ഇപ്പോൾ എന്തോ ഒരു സംഭവം പറ്റിയിരിക്കുന്നത് കേട്ടോ. ഓയ് ചക്കരെ വന്ന് തൊടല്ലേ, ആ കുപ്പിങ് തരാമോ? എന്തായാലും സമയം കളയുന്നില്ല, നമുക്ക് ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. നമ്മൾ ഇദ്ദേഹത്തെ ബോട്ടിലാക്കുകയാണ്. ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും സ്നേക്ക് ബാസ്റ്റർ ടീം ഒരുമിച്ച് മറ്റൊരു അതിഥി തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും.